ക്ഷേത്രങ്ങളിൽ ടൺ കണക്കിന് സ്വർണം പൂഴ്ത്തിവെച്ചിട്ടുണ്ട് എന്ന് ഫാദർ പോൾ തേലക്കാട് പറഞ്ഞത് വിവാദമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഫാദറിന് വളരെ കൃത്യമായ ഒരു മറുപടി നൽകിയിരിക്കുകയാണ് ജിതിൻ കെ ജേക്കബ്. ഈ മറുപടിയെക്കുറിച്ച് പറയുന്നതിന് മുൻപ്, ഈ മറുപടി എന്താണ്, അല്ലെങ്കിൽ മറുപടി വായിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ പറയാം. ഒരു പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കൾ പോലും ഇത്രയും കൃത്യമായി അവരുടെ നേരെ ഒരു അവഹേളനം ഉണ്ടായാൽ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഇത്രമാത്രം സ്വർണം ഇങ്ങനെ പൂഴ്ത്തിവെച്ചിരിക്കുന്നു എന്ന് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു വികാരി, അതും ആ മതത്തിന്റെ ഒരു പരമോന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞാൽ കേരളത്തിലുള്ള ഹിന്ദുക്കൾ പോലും വായടച്ചു മിണ്ടാതിരിക്കുമായിരിക്കും. അവർക്ക് പോലും ഇത്രയും കൃത്യമായി മറുപടി പറയാൻ അറിയുന്നുണ്ടാവുന്നില്ല എന്നതാണ് വാസ്തവം. വളരെ കൃത്യമായി ജിതിൻ കെ ജേക്കബ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം മറ്റൊരു സമുദായത്തിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ കൃത്യമായ ഒരു മറുപടി അക്കമിട്ട് നിരത്തി കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ഞാൻ ആ പോസ്റ്റ് വായിക്കാം. ടൺ കണക്കിന് സ്വർണമല്ലേ അമ്പലങ്ങളിലുള്ളത്? ക്രൈസ്തവ സഭകൾ പണം പൂഴ്ത്തിവെക്കുക അല്ല. ഇന്ത്യയിലെ അമ്പലങ്ങളിലുള്ളത് എങ്ങു നിന്നും കട്ടും മോഷ്ടിച്ചും യുദ്ധത്തിൽ കൊള്ളയടിച്ചും കൊണ്ടുവന്നതല്ല. അത് ഇവിടുത്തെ വിശ്വാസികളുടെ തന്നെ പണമാണ്. എത്ര വിശ്വാസികൾ പറയും ജിതിൻ കെ ജേക്കബ് പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു മറുപടി? അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, വളരെ കൃത്യമായ ഒരു മറുപടി. മറ്റൊരു സമുദായത്തിലുള്ളൊരു വ്യക്തിയായിരുന്നിട്ട് കൂടി ഹിന്ദു സമുദായത്തിനെതിരെ വന്ന ഒരു ആരോപണത്തെ, അതും സ്വന്തം സമുദായത്തിൽ നിന്ന് വന്ന ഒരു ആരോപണത്തിന് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് അദ്ദേഹം. എന്തായാലും പോസ്റ്റ് തുടർന്ന് വായിക്കാം. അത് കൊള്ളയടിക്കാനാണ് ഇസ്ലാമിക അധിനിവേശക്കാരും വാസ്കോഡ ഗാമ മുതൽ ബ്രിട്ടീഷുകാർ വരെ ഇന്ത്യയിൽ എത്തിയത്. അതിൽ കുറെയെല്ലാം അവർ കൊള്ളയടിച്ചു കൊണ്ടുപോകുകയും ചെയ്തു. പിന്നെ ഇവിടുത്തെ ക്ഷേത്രങ്ങൾ സേവനങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് ആരാണ് പറഞ്ഞത്? ക്രിസ്ത്യൻ സഭകൾ നടത്തുന്ന ആശുപത്രികളെക്കാൾ കൂടുതൽ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ നടത്തുന്നുണ്ട്. രാമകൃഷ്ണ മിഷൻ, സത്യസായി ബാബ ഹോസ്പിറ്റൽ, അമൃത ഹോസ്പിറ്റൽ, സത്യസായി ബാബ ഹോസ്പിറ്റൽ പോലെ എത്രയോ വലിയ ആശുപത്രികൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വിദ്യാഭാരതി ഗ്രൂപ്പ്, ദയാനന്ദ് ആംഗ്ലോ വേദിക് സ്കൂൾ ഒക്കെയാണ്. അല്ലാതെ ക്രിസ്ത്യൻ സഭകൾക്കാണ് ഇന്ത്യയിലെ മുഴുവൻ വിദ്യാഭ്യാസത്തിന്റെ കുത്തകാവകാശം എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ടത്. ഇതൊന്നും കൊട്ടിക്കോശാരും നടക്കുന്നില്ല എന്ന് മാത്രം. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്ന ബൈബിൾ വചനം പ്രാവർത്തികമാക്കുന്നത് ഹൈന്ദവ സംഘടനകളാണ്. ക്രിസ്ത്യൻ സഭകളില്ല എങ്കിൽ ഇന്ത്യയിൽ മെഡിക്കൽ വിദ്യാഭ്യാസ സേവനങ്ങൾ നിന്നുപോകുമെന്ന പ്രചരണമൊക്കെ വെറും പൊള്ളയാണ് എന്ന് മനസ്സിലായില്ലേ? കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളുടെ മുഴുവൻ ആസ്തി എത്ര എന്ന് വെളിപ്പെടുത്താൻ തയ്യാറുണ്ടോ? വിദേശ പണം വാങ്ങുന്ന ക്രൈസ്തവ എൻജിഒമാർ എന്ത് രാജ്യദ്രോഹമാണ് ചെയ്തത്? സൗമ്യനും ശാന്ത സ്വഭാവക്കാരനും ഒക്കെയായിരുന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ ഭരണ കാലയളവിൽ പൊട്ടിത്തെറിച്ച രണ്ടവസരങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതിലൊന്നായിരുന്നു കുടംകുളം ആണവ പദ്ധതിക്കെതിരെ നടന്ന സമരത്തിന് പിന്നിലുള്ള വിദേശ ബന്ധത്തെക്കുറിച്ച് സമരം നടന്ന 2012 അദ്ദേഹം നടത്തിയ പ്രസ്താവന. അതിൽ 4 എൻജിഒകൾക്കെതിരെ അന്ന് കേസെടുത്തു. ക്രിസ്ത്യൻ സഭകളായിരുന്നു ആ സമരത്തിന് നേതൃത്വം നൽകിയത് എന്നത് പരസ്യമായ രഹസ്യമായിരുന്നു. പള്ളികളിൽ ഉൾപ്പെടെ സമരക്കാർ തമ്പടിച്ചു. ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റെഗുലേഷൻ ആക്ട് നിയമം ഉപയോഗിച്ച് വലിയ തോതിൽ വിദേശ പണം സ്വീകരിച്ചു. ചാരിറ്റിക്ക് എന്ന് പറഞ്ഞെത്തിയ പണം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയായിരുന്നു ചെയ്തത്. സമാനമായ മറ്റൊരു സമരമായിരുന്നു 2018 തൂത്തുക്കുടിയിൽ നടന്ന ആന്റി സ്റ്റെർലൈറ്റ് സമരം. അത് പോലീസ് വെടിവെപ്പിൽ കലാശിച്ചു. അതിന് നേതൃത്വം നൽകിയത് സഭകളായിരുന്നു. രാജ്യത്തെ കോപ്പർ നിർമ്മാണ മേഖല തന്നെ അവർ തകർത്തു കളഞ്ഞു. കേരളത്തിൽ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ സഭകൾ സമരം ചെയ്തത് ഓർക്കുന്നില്ലേ? ഇതിനെല്ലാം പിന്നിൽ ഉണ്ടായിരുന്നത് വിദേശ പണം വാങ്ങിയ ക്രിസ്ത്യൻ സംഘടനകളായിരുന്നു. മൻമോഹൻ സിംഗ് കോൺഗ്രസ് നേതാവായിരുന്നതുകൊണ്ട് ഇരവാദം ഇറക്കിയില്ല എന്ന് മാത്രം. വിദേശ പണം വാങ്ങി രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ക്രിസ്ത്യൻ എൻജിഒകൾ ചെയ്യുന്നു എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? വിദേശ പണം വാങ്ങിയിട്ട് ക്രിസ്ത്യൻ സഭകൾ സേവനം ചെയ്ത് ഇന്ത്യക്കാർക്ക് വേണ്ടിയല്ലേ? സേവനം എന്ന വാക്ക് ഉപയോഗിക്കരുത്, കച്ചവടം എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ സേവനം, കച്ചവടം നിർത്തണമെന്ന് ആരെങ്കിലും പറഞ്ഞു? വിദേശ പണത്തിന്റെ കണക്കുകൾ സുതാര്യമായിരിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ? വിദേശ പണത്തിന്റെ കണക്കറിയാൻ രാജ്യത്തിന് അവകാശമില്ലേ? അത് ഇവിടുത്തെ വിശ്വാസികളുടെ കൂടെ ആവശ്യമാണ്. ക്രൈസ്തവ സഭകൾ വിദേശ പണം വാങ്ങി ഇന്ത്യയിൽ നടത്തുന്ന സേവനങ്ങൾ നടത്തരുത് എന്ന ഹിന്ദുത്വ ഐഡിയോളജിയുടെ നിർബന്ധിത അടിച്ചേൽപ്പിക്കലാണ്. ഹിന്ദുക്കൾ ഉള്ളിടത്തല്ലാതെ വേറെ ഏത് മതവിഭാഗം ഉള്ളിടത്താണ് ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നത്? കേരളത്തിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കാൻ വണ്ടി കയറിയാൽ ആ വണ്ടി ചെന്ന് നിൽക്കുക ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മാത്രമായിരിക്കും. അവിടെ മാത്രമേ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റൂ. ഹൈദരാബാദിലും കാശ്മീരിലും ലക്നൌവിലും അലിഗഡിലും, എന്തിനേറെ പറയുന്നു നമ്മുടെ മലപ്പുറത്ത് പോലും ഇവർക്ക് സുവിശേഷം പ്രസംഗിക്കേണ്ട. മലപ്പുറം ആകുമ്പോൾ ട്രെയിനിന്റെ വിൻഡോ താഴ്ത്തി കിടന്നുറങ്ങും. സഭകൾ പണിത ഭൂരിഭാഗം സ്കൂളുകളുടെ സ്ഥലവും അതിനുവേണ്ട സാമഗ്രികളും ഒക്കെ സൗജന്യമായി നൽകിയത് ഇവിടുത്തെ ഹൈന്ദവ രാജാക്കന്മാരാണെന്ന് മറക്കരുത്. കോട്ടയം ചെറിയ സെമിനാരിയിൽ പോയാൽ ഇതിന്റെ രേഖകൾ ഇപ്പോഴും കാണാം. ഇരവാദമാണെങ്കിലും ഇമാതിരിയുള്ള വർത്തമാനം ശുദ്ധ നന്ദികേടാണ്. മനുഷ്യത്വപരമല്ലാത്ത സമീപനമാണ്. മനുഷ്യത്വം പറയാൻ ഏറ്റവും അർഹരായവർ നിങ്ങൾ പുരോഹിത വർഗം തന്നെയാണ്. നിങ്ങൾക്ക് സുവിശേഷം പ്രസംഗിക്കാൻ വിദേശ പണം വേണം, സേവനം നടത്താനും വിദേശ പണം വേണം. അതേസമയം നിങ്ങൾ നടത്തുന്ന സേവനങ്ങൾ കൃത്യമായി കാശ് എണ്ണി മേടിച്ചിട്ട് തന്നെയാണ്.
എത്ര പാവപ്പെട്ടവർക്ക് സൗജന്യമായി നിങ്ങൾ ചികിത്സ നൽകുന്നു? സഭകൾ നടത്തുന്ന കോളേജുകളിലും സ്കൂളുകളിലും ജോലി ലഭിക്കാൻ എത്രയോ ലക്ഷങ്ങളാണ് നിങ്ങൾ എണ്ണി വാങ്ങുന്നത്. സഭാവിശ്വാസികളായ നഴ്സുമാർ സഭകൾ നടത്തുന്ന ആശുപത്രികൾക്ക് മുന്നിൽ ശമ്പള വർധനം ആവശ്യപ്പെട്ട് മാസങ്ങളായി സമരം ചെയ്യുന്നു. അവരെ കണ്ടില്ല എന്ന് നടിക്കുന്ന നിങ്ങളാണോ മനുഷ്യത്വം പ്രസംഗിക്കുന്നത്? മത തീവ്രവാദികൾ ജോസഫ് മാഷിനോടും കുടുംബത്തോടും ചെയ്ത ക്രൂരതയേക്കാൾ വലിയ ക്രൂരതയാണ് സഭ ആ കുടുംബത്തോട് ചെയ്തത്. റോബിൻ എന്ന വൈദികൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയിൽ ഉണ്ടാക്കിയ ദിവ്യഗർഭം ഏറ്റെടുക്കാൻ ആ പെൺകുട്ടിയുടെ പിതാവിനെ സഭ നിർബന്ധിച്ച ക്രൂരതയൊക്കെ ആരും മറന്നിട്ടില്ല. അങ്ങനെയുള്ള നിങ്ങളാണോ മനുഷ്യത്വം പറയുന്നത്? നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞാൽ കൃത്യമായ മറുപടി ഉണ്ടാകും. അപ്പോൾ പിന്നെ സൈബർ ആക്രമണം, ഭീഷണി, ന്യൂനപക്ഷ പീഡനം എന്നൊക്കെ പറഞ്ഞ് ഇരവാദം ഇറക്കിയിട്ട് കാര്യമില്ല. നിങ്ങളോട് സേവനം നിർത്താനോ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനോ ഒന്നുമല്ല പറഞ്ഞത്. കിട്ടുന്ന വിദേശ പണത്തിന്റെ കൃത്യമായ കണക്കുകൾ കാണിക്കണം. ഇല്ലെങ്കിൽ നിയമപ്രകാരം ഇടപെടുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് എല്ലാ മതവിഭാഗങ്ങൾക്കും ബാധകമാണെന്നിരിക്കെ ക്രിസ്ത്യൻ സഭകൾക്ക് മാത്രം എന്തിനാണ് ഇത്ര ആവലാതി? രാജ്യത്തെ നിയമങ്ങൾക്ക് അതീതരാണ് നിങ്ങൾ എന്നതൊക്കെ വെറും തോന്നലാണ്. നിങ്ങൾ ഇല്ലെങ്കിൽ ഇന്ത്യക്കാർ സേവനങ്ങൾ കിട്ടാതെ നേരെ നരകത്തിലേക്ക് പോകും എന്നും കരുതണ്ട. നിങ്ങൾക്ക് FCR നിയമം വന്നപ്പോൾ കേന്ദ്രവുമായി മാന്യമായ ചർച്ചകൾ നടത്താമായിരുന്നു. അതിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ രാഷ്ട്രീയം കളിക്കാൻ പോയി. ആദ്യം വെല്ലുവിളി, ഭീഷണി, പുച്ഛം, വോട്ട് ബാങ്ക്, ബ്ലാക്ക് മെയിലിംഗ്, ഇപ്പോൾ ഇരവാദം. വിദേശ പണത്തിന്റെ കൃത്യമായ കണക്കുകൾ രാജ്യത്തിന് മാത്രമല്ല വിശ്വാസികൾക്ക് പറയണം. അത് ചോദിക്കുമ്പോൾ ഇരവാദം ഇറക്കിയതുകൊണ്ടോ ശാപവാക്കുകൾ ചൊരിഞ്ഞതുകൊണ്ടോ ഒരു കാര്യവുമില്ല. ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.